കലോത്സവ വേദിയിലെ നമ്മുടെ സ്റ്റുഡിയോയിൽ ഒരു അതിഥി എത്തി. പഴയ കലോത്സവ ഓർമ്മകളും പാട്ടും ഒക്കെയായി കൂടിയ ആളെ നമുക്കൊന്ന് അറിയണ്ടേ? നോക്കാം. ട്രെൻഡിന് പുറകെ എല്ലാവരും ഒരേപോലെ പോകുമ്പോൾ അങ്ങനെയല്ല പോകേണ്ടത്. ഇപ്പുറത്ത് വേറൊരു വഴിയുണ്ട്. ആ വഴിയിലൂടെ സഞ്ചരിച്ചാൽ പുറകെ വരാൻ ആളുകളും തെളിയിച്ച ഒരു യുവ ജനപ്രതിനിധി. ഒരു ട്രെൻഡ് സെറ്റർ എന്ന് അക്ഷയ പറഞ്ഞ പോലെ തന്നെ ഞാനും അതിനോട് യോജിക്കുന്നു. ആ ട്രെൻഡ് സെറ്റർ മറ്റാരുമല്ല, അത് കാണാം നമുക്ക്. അതെ, നമുക്കിപ്പോൾ ചാണ്ടി ഉമ്മൻ MLA ആണ്. നമസ്കാരം. 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 ഇവിടെ കലോത്സവ വേദിയിലേക്ക് വരുമ്പോഴേ എല്ലാവർക്കും ഇങ്ങനെ നഷ്ടബോധങ്ങളെ പറ്റി എനിക്കന്ന് പങ്കെടുത്തിരുന്നെങ്കിൽ അന്ന് ഞാൻ അങ്ങനെ ആയിരുന്നു അങ്ങനെയൊക്കെ പറയാൻ കുറെ ഉണ്ടാവും. എന്താ അങ്ങനെ പറയാനുള്ളേ? അല്ല, അങ്ങനെ ഉണ്ട്. കാരണം പിന്നെ 1ാം ക്ലാസ്സിന് ശേഷം എനിക്ക് ഒരു കലോത്സവത്തിൽ പങ്കെടുക്കാൻ പറ്റിയിട്ടില്ല. 1ാം ക്ലാസ്സിൽ പങ്കെടുത്തു, എന്റെ സ്കൂളിൽ ഫസ്റ്റ് ആയി. അതെന്തിനാ? ഒരു അമ്മൂമ്മയായിട്ട് വേഷം ഇട്ടു, ഫാൻസി ഡ്രസ്സിൽ. ഇവിടെ ഇപ്പൊ ഡ്രസ് ഇല്ല. ഡ്രസ് ഉണ്ടെങ്കിൽ ഞാൻ ഒന്ന് ചെയ്തു ചോദിച്ചേനെ. നിങ്ങൾക്ക് വേണ്ടി ഓൾറെഡി മാതൃഭൂമിക്ക് വേണ്ടി ഞാൻ ക്രിസ്മസ് മാതൃഭൂമി കെട്ടിച്ചേ. അത് ഞാൻ പറഞ്ഞു തുടങ്ങിയതാ. നമുക്ക് പല സർപ്രൈസുകളും ട്വിസ്റ്റുകളും ഇനിയും വേണം എന്നാ. ഇപ്പൊ എന്താ അങ്ങനെ എന്തെങ്കിലും ഐറ്റം ഉണ്ടോ കയ്യിൽ? ഇപ്പൊ ഫൈറ്റും പാട്ട് മാത്രമേ ഉള്ളൂ. ആ പാട്ട് പാടുമെങ്കിൽ റിക്വസ്റ്റ് ചെയ്തൊക്കെ വളരെ സിമ്പിൾ ആയി പാട്ട് മാത്രം. ആദ്യം നിങ്ങൾ പാട്. അതിപ്പോ എവിടെ ചെന്നാലും എന്നെ പഠിക്കുന്നവർ നിങ്ങൾ പാട്ട് പാടി തുടങ്ങിയാൽ നമ്മൾ പാടും. നമ്മൾ പറഞ്ഞ പുതിയതായിട്ട് ട്രെൻഡ് സെറ്റ് ചെയ്യാം. നമ്മള് ലോക്കായി പോകും ഇങ്ങനെയൊക്കെ പറഞ്ഞാല്. പാടി തുടങ്ങിയാൽ കൂടെ പാടുവോ? പിന്നെന്താ? അമ്പലപ്പുഴേ ഉണ്ണി കണ്ണനോടു നീ എന്തു പരിഭവം മെല്ലയോതി വന്നുവോ, കൽവിലക്കുകൾ പാതി മിന്നി നിൽക്കവേ എന്തു നൽകുവാൻ എന്നെ കാത്തു നിന്നുവീ, തൃപ്രസാദവും മൗന ചുംബനങ്ങളും പങ്കുവെക്കുവാനോടി വന്നതാണു ഞാൻ. പാടുമെന്ന് പറഞ്ഞിട്ട് പാടിയിട്ടില്ല. ഞാൻ പാടി അല്ലേ? ഞാൻ ആ ഫ്ലോ എന്തിനാ വെറുതെ കളയുന്നത്? ഞാൻ കളയാതിരിക്കാൻ വേണ്ടി എന്റെ കൂട്ടുന്നു. പിന്നെ ഞാൻ ടാബ്ലോയിൽ പങ്കെടുത്തിട്ടുണ്ട്. മലയാള എലക്യൂഷൻ ഉണ്ടായിരുന്നു. പിന്നെ പാട്ട് പാടുമായിരുന്നു, ഡാൻസ് ചെയ്യുമായിരുന്നു. പിന്നെ ഒരു ചെറിയ സ്റ്റെപ്പ് ആയല്ലോ, ഗ്രൂപ്പ് ഡാൻസ് അല്ല. നമ്മളെ ക്യാമറ ടീം ഒക്കെ റെഡി ആയിരുന്നു. മാതൃഭൂമിക്ക് എന്നോട് വൈരാഗ്യമുള്ളതാണ്. ഇത്രയും ഒരു കലാപ്രതിഭയെ കിട്ടി വെറുതെ വിട്ടാ പ്രേക്ഷകരെ നമ്മളോട് ചോദിക്കില്ലേ? പൂക്കിയെ പറ്റി പറയോ? പ്രസംഗിക്കോ? പൂക്കി ട്രെൻഡുകൾ രൂപപ്പെടുന്ന ഒരു കാലല്ലേ പൂക്കി, ജെൻസി, ഡെലൂലു, അങ്ങനെ കുറെ പദങ്ങൾ വരുന്നു. അതായത് നമ്മുടെ ജനറേഷന് ഡെലൂലു ഞാൻ കണ്ടു. ഇപ്പൊ സർവമായ കണ്ടപ്പോ ഡെലൂലു ഞാൻ കണ്ടു. ഈ ജെൻസിയും മനസ്സിലായി. പൂക്കി പക്ഷെ എനിക്ക് അത്രയും ഒരു അപ്ഡേറ്റഡ് അല്ല. ഞാൻ പൂക്കിയും അതുപോലുള്ള ഒരു ട്രെൻഡ് തന്നെയാ. ഇതൊക്കെ ട്രെൻഡാ. മാറി വരുന്ന ഈ ട്രെൻഡ് ഉണ്ടല്ലോ, പദങ്ങൾ മാറി വരുന്നു, ഭാഷ. പൂക്കിന്ന് കേട്ടിട്ടുണ്ട്, പൂക്കി ഞാൻ അത്രയും കേട്ടു. ഇന്ന് രാവിലെ നിങ്ങളുടെ ചാനലിൽ കേട്ടു പൂക്കി. നാളെ തൊട്ട് നമുക്ക് മോർണിംഗ് ഷോയില് നമുക്ക് എക്സിക്യൂട്ടീവോട് സംസാരിക്കാം. ചാണ്ടി ഉമ്മനെ കൂടെ നമ്മൾ അവതാരകനായി റെഡിയാ. ഓക്കെ, എന്തായാലും ഇത് വിഷയം ഭാഷ മാറി വരുന്നു. ഭാഷ അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? കുട്ടികളിപ്പോ സംസാരിക്കുമ്പോ ഹേ ഡ്യൂഡ് എന്നൊക്കെ പറഞ്ഞെടുത്തൊക്കെ ഇപ്പൊ മാറി. പുതിയ ഭാഷയാണ്. ഓരോന്നും പഠിക്കേണ്ടിയിരിക്കും നമ്മൾ. ഓക്കെ, അത് ചെറിയ ചാണ്ടി ഉമ്മൻ സംസാരിക്കുമ്പോ എങ്ങനെയായിരിക്കും? പ്രസംഗ മത്സരം സമയം സ്റ്റാർട്ട് ചെയ്യാം. അതെ, ചെറിയ റാഗിംഗ് ആണ്. ഇത് റാഗിംഗ് ആണ്. ഇത് ശരിയല്ല. ആരോട് ഇത് രാവിലെ സുരേഷ് ഗോപി ഇന്റർവ്യൂ ചെയ്തോണ്ട് ഇങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ പറയാം പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഇത് റാഗിംഗ് അല്ല. നമ്മളെല്ലാ മത്സരവും പാട്ട് നമ്മൾ പഠിപ്പിക്കും, ഡാൻസ് നമ്മൾ കളിപ്പിക്കും. ഞാൻ പാട്ട് പാടി ചെണ്ട കൂട്ടി. അപ്പൊ എന്നെ കലാപ്രതിഭയാണല്ലോ. നല്ല ടോപ്പിക് തരാമല്ലോ. ടോപ്പിക് വേറെ വേണം. ഓക്കെ, ടോപ്പിക് മാറ്റാം. ഉത്തരവാദിത്ത കലോത്സവം നമ്മുടെ നാടിനെ സംബന്ധിച്ച്, നമ്മുടെ നാടിന്റെ സമൂഹത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവങ്ങളിലൊന്നാണ് കലോത്സവം. കാരണം നമ്മുടെ ഭാവി തലമുറ അവരുടെ കഴിവിനെ ഈ നാടിനു വേണ്ടി ഉപയോഗിക്കുവാൻ വേണ്ടി പോകുകയാണ് അവർ. അപ്പൊ അതിന് അവർക്കൊരു ഷേപ്പിംഗ് ആവശ്യമാണ്. അവരെ വളർത്തിയെടുക്കേണ്ട ആവശ്യമാണ്. അവരെ ഒന്ന് എന്താ പറയുക, അവരെ ഒന്ന് വളർത്തിയെടുക്കാൻ ഒരു പ്രോസസ്സിംഗ് ഉണ്ടല്ലോ. ആ പ്രോസസ്സിംഗിന്റെ തുടക്കമാണ് ഈ കലോത്സവം. രണ്ട് കാര്യം പറയില്ല, നമസ്കാരവും അത് മാത്രമേ മറന്നുപോയി. കുറച്ച് ഇംഗ്ലീഷ് കൂടെ കയറി വന്നു. ഞാൻ 10ൽ 10 മാർക്ക് തരുന്നുണ്ടോ? ഞാൻ അക്ഷയ ഒരു 1/2 മാർക്ക് കുറച്ചോട്ടെ. 10 15ആയിരിക്കും. ഫോർമാറ്റ് ശരിയല്ലാത്തോണ്ട് 4. ഞാൻ 10ൽ 10. ഫോർമാറ്റ് വേണം. ഈ വേദി കൊണ്ട് എന്നെ കൊണ്ട് ഇത്രയും 4 മാർക്ക്. പ്രസംഗം മത്സരം പറയുമ്പോ സാധാരണ നമസ്കാരം എന്ന് പറഞ്ഞാലും തുടങ്ങുന്നത്. ചെറുപ്പത്തിലൊക്കെ കയറി അങ്ങനെ പറയില്ലല്ലോ. പക്ഷെ ക്ലീശകൾ പൊളിച്ചതാണല്ലോ, അതുകൊണ്ടാണ് ഞാൻ 10 ഇല്ല. അന്നത്തെ ചാണ്ടി അങ്ങനെ സംസാരിക്കാൻ പറ്റുള്ളൂ. അതുകൊള്ളാം.
അതാരാണ് തീരുമാനിക്കുന്നത്? അല്ല അന്ന് അങ്ങനെ സംസാരിച്ചില്ലേ? ആരാ അങ്ങനെ തീരുമാനിക്കുന്നത്? അന്ന് ഫോർമാറ്റ് ഇല്ലേ? അപ്പൊ പഴയ ഔട്ട്ഡേറ്റഡാ, ഇപ്പോഴും പഴയ കാലത്താ ജീവിക്കുന്നത്. അന്നത്തെ പറഞ്ഞേ പ്രചാരണത്തിലും അല്ലാണ്ടൊക്കെ അടുത്ത് വരുമ്പോ പാട്ട് പാടിക്കാം, ചെണ്ടാക്കാറ് ചെണ്ടു ഒട്ടിപ്പിക്കാം. നല്ല എന്താ പറയാ പണിഷ്മെന്റ് കേട്ടോ. നിങ്ങളുടെ ഒരു വേറെ ഒരു ചാനൽ ഇത്രയും പണിഷ്മെന്റ് എടുക്കുന്നത്. ഞങ്ങള് സ്നേഹം മാത്രം അല്ലേ? വീണ്ടും മാത്രം അത് ഇനി എല്ലാ ദിവസവും വരുന്നതിനെ പറ്റി നമുക്ക് ആലോചിക്കാവുന്നതാണ്. ഞാൻ വരാൻ റെഡിയാണ്. രാവിലെ മുതൽ ഒരുപക്ഷെ മോർണിംഗ് ഷോയിൽ നമുക്ക് ആങ്കറായിട്ടും ചാണ്ടി പ്രതീക്ഷിക്കാം. ഒരുപാട് നന്ദി. അപ്പൊ എല്ലാ ആശംസകളും. എനിക്ക് ഇങ്ങനൊക്കെ സംസാരിക്കാൻ പറ്റുന്ന കുറച്ച് നേതാക്കളേ ഉള്ളൂ. താങ്ക് യു.